സോ ആദ്യത്തെ പാഴ്സലിൽ വന്നിട്ട് നമുക്ക് ഈ 2 മാലകളാണുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഈ 2 ചെയിൻസ് ഇങ്ങനെ ഒരു പൗച്ചിലേക്ക് സെക്യൂർ ആയിട്ട് ടൈ ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ ബോക്സ് എടുത്തിട്ട് ബബിൾ റാപ്പ് വെക്കും. ബബിൾ റാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഐറ്റം വയ്ക്കുക. നമ്മളെപ്പോഴും പ്രൊഡക്റ്റിൻ്റെ മാക്സിമം ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കേജിംഗ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേറെ ടൈപ്പ് ബോക്സസ് ഉണ്ട് അവൈലബിൾ ആയിട്ട്. അപ്പോൾ ഓരോ പ്രോഡക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ പാക്കേജിങ് സെലക്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ജുംക്കി പോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ കൂടുതലും നമ്മൾ ഇതുപോലത്തെ സ്ക്വയർ ബോക്സസിലാക്കിയിട്ടാണ് കൊടുക്കുക. ബിക്കോസ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ കൊറിയർ ചെയ്യുമ്പോൾ എങ്ങനെയും നമ്മൾ ബൈ ഹാൻഡ് കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രഷർ ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐറ്റത്തിന് ഡാമേജ് ഉണ്ടാവരുത്. അപ്പോൾ ഓരോ ഐറ്റം നോക്കിയിട്ടാണ് നമ്മൾ ബോക്സസ് സെലക്ട് ചെയ്യുക. നമുക്ക് സമയം കളയണ്ട, നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത് ആൻറ്റി ടാർണിഷ് ഐറ്റംസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു പീസ് കിഡ്സിൻ്റെ കളക്ഷനിൽ വന്നിട്ടുള്ള ആൻറ്റി ടാർണിഷ് ബാങ്കിൾ, പിന്നെ അഡൽട്സിൻ്റെ സൈസിൽ വന്നിട്ടുള്ള ഈ ഒരു ബാങ്കിളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഓപ്പണബിൾ ടൈപ്പാണ് കേട്ടോ. കിഡ്സിൻ്റെ ഓപ്പണബിൾ ടൈപ്പാണ്, അഡൽട്സിൻ്റെ ഓപ്പണബിൾ ടൈപ്പാണ്. നെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ചെയിനാണ്. ചെയിനൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ബിക്കോസ് ചെയിനിൻ്റെ കല്ല് പോയിട്ടുണ്ടോ, പിന്നെ ഈ ഹുക്സ് കറക്റ്റ്